ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ ഒരു നൂല് ബോബിനിൽ എങ്ങനെ ചുറ്റിയെടുക്കാം, അത് എങ്ങനെ നമ്മൾ തയ്യൽ മെഷീനിൽ അറ്റാച്ച് ചെയ്ത് കേസുമായിട്ട് അറ്റാച്ച് ചെയ്ത് എങ്ങനെ ഇട്ട് നമുക്കത് തയ്യൽ മെഷീനിൽ പ്രവർത്തിപ്പിക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബോബിൻ കേസ് ആണ്. അതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ബ്ലാക്ക് നൂല് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളിന്ന് പ്രവർത്തിപ്പിക്കാൻ നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഹാൻഡ് ബോബൻ വൈൻഡറാണ് ഇത്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നൂല് നമ്മൾ ഫുൾ പിന്നിൽ ഇടുന്നു. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു. സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ദ്വാരത്തിൽ കൂടെ ഇതിൽ നൂലൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഒരു ദ്വാരത്തിൽ കൂടെ ഇവിടെ എല്ലായിടത്തും ദ്വാരങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു ദ്വാരത്തിൽ ഇങ്ങനെ കുറച്ച് വെളിയിലോട്ടാക്കി ഇങ്ങനെ ഇതിൻ്റെ ഒരറ്റം പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇതിൽ ചുറ്റിയെടുക്കണേ കുറച്ച്. അതിന് ശേഷം നമ്മുടെ ഈ വീല് ഇങ്ങോട്ടേക്കാണ് കറങ്ങുന്നത്. അതായത് ഇങ്ങനെയാണ് കറങ്ങണത്. വീൽ ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പം ഈ നൂല് ഇവിടെ വന്നം ഇങ്ങോട്ടേക്ക് കറങ്ങുമ്പോൾ നമ്മുടെ ഈ സാധനം ഇങ്ങോട്ട് പോകും. കണ്ടാലേ മനസ്സിലാകത്തുള്ളേ. ഇത് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. ഈ ഭാഗമാണ് ടയറുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത്. കുറച്ച് നൂല് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് ഊരിയെടുക്കാം. ഇത് ഇങ്ങനെ നീണ്ട് കിടക്കട്ടെ. കുറച്ച് ഇങ്ങനെ നീണ്ട് കിടക്കുക. ഇത് നമ്മുടെ പുതിയ കേസാണ്. ഇത് ഇടുമ്പോൾ സൂക്ഷിക്കണം. സാധാരണ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് കിടക്കും. ഇതിലേക്കൂടെ കയറ്റി ഇറക്കി ഇവിടെയാണ് നൂല് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ബോബിൻ ആ കേസിൻ്റെ അകത്ത് ആക്കി അതിൻ്റെ സൈഡിൽ കാണുന്ന ആ വെട്ടിലൂടെ നൂല് ഇറക്കി ആ പ്ലേറ്റിൻ്റെ നടുവിലായിട്ടൊരു ഇതുണ്ട്, സ്പേസ് ഉണ്ട്. അതിൽ കൂടെ നൂല് കയറ്റി ഇറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു പാങ്ങ് കിട്ടുന്നത് നൂല് ബോബിനേൽ വലിച്ചെടുക്കുമ്പോൾ, അതായത് കേസിലോട്ട് ഇടുമ്പോൾ അതിൻ്റെ മോള് വശത്ത് നൂല് വരത്തക്ക രീതിയിലാണ് സാധാരണ നമുക്ക് ഇടാനായിട്ടൊരു പാങ്ങ് കിട്ടുന്നതും. നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ ബോബിൻ കേസിലോട്ട് ഇട്ട് കഴിയുമ്പം അതിൻ്റെ അടിഭാഗത്ത് കൂടി നൂല് വന്നിട്ട് ആ വെട്ടിലൂടെ കയറ്റി ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ ആ പ്ലേറ്റിൻ്റെ അടിയിലത്തെ ഭാഗത്തോട്ട് വലിച്ചു കൊണ്ടുചെല്ലണം. അപ്പം അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഇത് പുതിയൊരു ബോബിൻ കേസാണ് മേടിച്ചത്. അപ്പം ആ കേസിൻ്റെ നടുവിലായിട്ടൊരു ആണി ഉണ്ടാവും. ആ ആണി ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു നൂലിൻ്റെ പാകം, അതിലൂടെ ഇറങ്ങി വരുന്ന നൂലിൻ്റെ പാകം എന്ന് പറയുന്നത്
ഒത്തിരി ടൈറ്റും ആകാൻ പാടില്ല, ഒത്തിരി ലൂസും ആകാനും പാടില്ല. അത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് വലിച്ചു നോക്കുമ്പോഴത്തേക്ക് വലിയ അധികം ലൂസല്ലാതെ എന്നാൽ ചെറിയൊരു പിടുത്തവും വേണം. ആ ഒരു രീതിയിൽ വരണം. അത്രയും ഒരു ടൈറ്റ്നെസ് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നമ്മൾ 2-3 വട്ടം ഇട്ടൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇന്ന് നമ്മൾ തയ്ച്ച് നോക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ഈ ബോബിൻ കേസ് നമ്മൾ തയ്യൽ മെഷീനിലോട്ട് ഇടാനായിട്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന അവിടെ ആ ഒരു പ്ലേറ്റ് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. അടിയിലൂടെ കയ്യിൽ ഇത് കൊണ്ടു ചെന്നിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ മുകളിൽ കൂടെയും ഇടാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. അതിൻ്റെ സൈഡിലൊരു ലീഫ് പോലുണ്ട്. അത് നമ്മളിങ്ങനെ നൂർത്തിയിട്ട് പിടിക്കുക. ഇപ്പം ഞാൻ പിടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇങ്ങനെ നൂർത്തിയിട്ട് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ബോബിൻ വെളിയിലോട്ട് ചാടാതെ ഇരിക്കും. നമ്മൾ അതിൻ്റെ സൈഡിൽ കുറച്ച് നൂല് കുറച്ചധികം ഇങ്ങനെ വലിച്ചിടണം കേട്ടോ. കുറച്ചായിട്ട് വയ്ക്കരുത്, കുറച്ചധികം ഇടുക. എന്നിട്ട് ഈ ലീഫ് ഇങ്ങനെ വിരൽ കൊണ്ട് നമ്മൾ ഇച്ചിരി നിവർത്തി പിടിച്ചിട്ട് ഇടുവാണെങ്കിൽ നമ്മൾ ആ കുനിച്ച് അതിലോട്ട് ഇടുന്ന സമയത്തൊക്കെ ബോബിന് വെളിയിലോട്ട് ചാടിപ്പോകാതെ ഹോൾഡായിട്ട് നിൽക്കും. അതിന് ശേഷം ആ ഒരു നീണ്ട് ഇരിക്കുന്ന ആ ഭാഗം നമ്മുടെ ഷട്ടിൽ എന്നാണ് അതിന് പറയുന്നത്, ഷട്ടിൽ അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് കടന്ന് പോകത്തക്ക രീതിയിലാണ്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ടൊക്കെ കേൾക്കും, ടക്കുന്ന ഒരു സൗണ്ടൊക്കെ കേൾക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഉറച്ചു എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ കൈ എടുക്കുക. അതിന് ശേഷം നമ്മൾ മുകളിൽ നൂല് ചുറ്റിയിരിക്കുന്നത് വെച്ച് അടിയത്തെ നൂലുമായിട്ട് കുത്തിയെടുക്കണം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റേത് ഒരു സാധാരണ തയ്യൽ മെഷീനാണ്, എങ്കിൽ കൂടിയും ഇച്ചിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് താഴെ കാണുന്ന ആ ചിത്രത്തിൽ കാണുന്ന രീതിയിലാണ് ഇതിൽ നൂല് കോർക്കുന്നത്. എൻ്റേത് ഈ സാധാരണ തയ്യൽ മെഷീൻ സൈഡിൽ വരുന്നത്, എൻ്റെ തയ്യൽ മെഷീൻ അതിൻ്റെ മുമ്പ് ഭാഗത്താണ് അതിൻ്റെ ടെൻഷനും ഒക്കെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ചിത്രം കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നൂലൊക്കെ കോർത്തി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നൂല് മുമ്പോട്ട് ഇട്ട് എടുക്കുക. അതിന് ശേഷം ആ നൂലിൻ്റെ അറ്റത്ത് പിടിച്ചതിന് ശേഷം ആ വീല് ചെറുതായിട്ട് ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ താഴെ നിന്നുള്ള നൂല് മുകളിലോട്ട് കയറി വരും. അത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ പ്രഷർ ഫൂട്ടിൻ്റെ വിടവിൽ കൂടി അടിയിലോട്ട് ആക്കി ഇട്ട് എടുക്കുക. ഇതാണ് തയ്യൽ മെഷീനിൽ ബോബിൻ കേസ് അറ്റാച്ച് ചെയ്ത് നമുക്ക് നൂല് എടുത്ത് തയ്ക്കുവാനായിട്ടുള്ള ഒരു രീതി ശരിയായി ഇരിക്കുന്നത്.